ഇദ്ദേഹം ജയിച്ച് നിയമസഭയിലേക്ക് വന്നാലും വലിയ പ്രശ്നങ്ങളിലേക്ക് വരും. കാരണം ജയിച്ച് വന്നു കഴിഞ്ഞാൽ ഇദ്ദേഹം ആദ്യം തന്നെ മന്ത്രിയാവണമെന്ന് പറയും. മന്ത്രിയാവട്ടെ പോട്ടെ എന്നിരിക്കാം, പക്ഷേ മുഖ്യമന്ത്രി ആവണമെന്ന് പറയും. മുഖ്യമന്ത്രി ആവാൻ പറ്റില്ല എന്ന് പറയുമ്പോൾ പിന്നെ കശപശിയാവും. ഇവിടെ വി.ഡി. സതീശൻ എന്ന് പറയുന്ന ആൾ ഇത്രയും നാളും പുറത്തിരിക്കുമ്പോൾ അതികഠിനമായി ഈ പാർട്ടിക്ക് വേണ്ടി പ്രവർത്തിച്ച് ഒരു വിഷനിൽ കൂടി ഈ ആളുകളുടെ ഇടയിലേക്ക് ഇറങ്ങി വന്ന് ആ പാർട്ടിയെ നല്ല രീതിയിൽ കോർഡിനേറ്റ് ചെയ്ത് കൊണ്ടുപോകുന്ന ഒരാളാണ്. പണിയെടുക്കുന്ന ആൾക്കാണ് പ്രതിഫലം കൊടുക്കേണ്ടത്. ഇപ്പോൾ ഇവരിയ്ക്കുന്ന പല വേദികളിലും ഇതുപോലെ മേക്ക് തട്ടിപ്പറിക്കലും അല്ലെങ്കിൽ അതുപോലെ തന്നെ വി.ഡി. സതീശനെ തെറിവറിയിലൊക്കെ ഈ ആളുകൾ ക്യാമറയുടെ മുന്നിലാണെന്നുള്ളൊരു ധാരണ ഇല്ലാതെ ഇതുപോലെ ഇദ്ദേഹം ചെയ്ത് നാണം കെട്ടിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹത്തിന് ഇതൊരു വിഷയമല്ല. ഒന്നാമത് ഇദ്ദേഹം പാർട്ടിക്ക് വേണ്ടി ഒരുപാട് ത്യാഗം ചെയ്തിട്ടുള്ള ഒരാളാണ്, ഇല്ലയെന്ന് പറയാൻ പറ്റില്ല. കണ്ണൂർ കോൺഗ്രസിനെ ബലപ്പെടുത്തി നിർത്തിയത് ഈ കെ സുധാകരൻ എന്ന് പറയുന്ന ഒരാളുടെ കഴിവ് തന്നെയാണ്. പക്ഷേ ഈ കഴിവ് ഉള്ള ആൾ പല പ്രാവശ്യം MP MLA ആയി മന്ത്രിയായിട്ടുണ്ട്. ഇപ്പോൾ അദ്ദേഹത്തിന് പ്രായാധിക്യം ഇത്രയായിട്ടുണ്ട്. ഇനി പഴയമാതിരി ഉള്ള ഊർജ്ജസ്വലതയോടുകൂടി ഓരോ വകുപ്പുകൾ കൈകാര്യം ചെയ്യാൻ പറ്റില്ല. അതുമാത്രമല്ല, ഇവരായിട്ട് എപ്പോഴും ഷണ്ടോടും, ജനങ്ങളുടെ ഇടയിൽ ഒരു നാണംകേടാവും. ഇവർക്ക് ഭരണം കൊടുത്തിട്ട് ഇത്രയും ആയിട്ട് ഇവർ കിടന്ന് കാണിക്കുന്നില്ല എന്നുള്ളൊരു പ്രശ്നം വരും. അതികഠിനമായി ഇദ്ദേഹം പ്രശ്നങ്ങളുണ്ടാക്കും. അപ്പോൾ അതുകൊണ്ട് ഇദ്ദേഹത്തിന് സീറ്റ് കൊടുത്തു കഴിഞ്ഞാൽ എങ്ങനെയിരിക്കുന്നു നിങ്ങൾ തന്നെ ചിന്തിച്ചു നോക്കുക. ഇനി എന്തും വരട്ടെ എന്നുള്ള രീതിയിൽ കൊടുത്തു കഴിഞ്ഞാലും ഇതുപോലെ ഇപ്പോൾ ജനങ്ങൾ, അവിടുത്തെ പാർട്ടി പ്രവർത്തകർ ഇദ്ദേഹത്തിൻ്റെ കൂടെ ഉണ്ടല്ലോ കുറേ ആൾക്കാർ, അവരാണെങ്കിലും മനസ്സിലാക്കേണ്ടത് ഇതിൻ്റെ പ്രശ്നങ്ങൾ എന്താണെന്ന്. കാരണം 10 വർഷം കോൺഗ്രസ് പുറത്തിരിക്കുകയാണ്. വീണ്ടും അധികാരത്തിൽ കയറിയില്ലെങ്കിൽ ഈ പാർട്ടി ഉണ്ടാവില്ല. പാർട്ടി ഉണ്ടായിട്ട് വേണ്ട ഇവർക്കൊക്കെ മന്ത്രിയും അതുപോലെ ഇതൊക്കെ ആവാനായിട്ട്. അപ്പോൾ ഇത് മനസ്സിലാക്കണ്ടേ നിങ്ങൾ? എങ്ങനെയും ഭരണത്തിൽ വരട്ടെ, എന്നിട്ട് നല്ല രീതിയിൽ ഭരണം മുന്നോട്ട് കൊണ്ടുപോകാൻ നമുക്ക് നോക്കണം എന്നല്ലേ ചിന്തിക്കേണ്ടത്. അത് ചിന്തിക്കാതെ ഇതുപോലെ ഉത്തരവാദിത്തമില്ലാതെ ഈ രീതിയിൽ കിടന്ന് ലഹള ഉണ്ടാക്കുമ്പോൾ ജനം ചിന്തിക്കുന്നത് വേണ്ട, ഇവരെനി കയറ്റി കഴിഞ്ഞാൽ കാര്യമില്ല, കയറ്റി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതുപോലെ പ്രശ്നങ്ങളുണ്ടാക്കും, ഇവർക്ക് ഒരു ഐക്യമില്ല എന്നുള്ളൊരു തോന്നലുണ്ടാവില്ല. അത് ഇവർ മനസ്സിലാക്കണ്ടേ? മനസ്സിലാക്കണ്ടോ നോക്കി. അതാണ് ഇവരുടെയൊക്കെ ഒരു കുഴപ്പം. അത് ഈ കെ സുധാകരൻ എന്ന് പറഞ്ഞ ആൾ നല്ല നേതാവാണെങ്കിൽ ഇദ്ദേഹം എന്താ ചെയ്യേണ്ടത്? ഞാനങ്ങ് മാറിയേക്കാം, ഞാനിപ്പോൾ MP ആണ്, അതുകൊണ്ട് ഞാൻ പാർട്ടിക്ക് വേണ്ടി പ്രവർത്തിക്കും. ഇദ്ദേഹത്തിന് നല്ലൊരു ഒന്നാന്തര സ്ഥാനം ആ പാർട്ടിയിലുണ്ടാവും. മന്ത്രിയാവുന്നതിലും ഏറ്റവും ഉന്നത സ്ഥാനം KPCC പ്രസിഡൻ്റ് ആവൽ. ഇനി ഇദ്ദേഹത്തിൻ്റെ ഈ കാണിക്കൽ കൂട്ടൽ കൊണ്ട് ഈ പാർട്ടി തോറ്റുപോയി കഴിഞ്ഞാൽ എല്ലാവരും ഇദ്ദേഹത്തിന് എതിരാവും. അപ്പോൾ എന്തിനാ വേണ്ടാത്ത കാര്യത്തിന് നിൽക്കുന്നത്? നല്ല രീതിയിൽ മുന്നോട്ട് പോയിക്കൂടെ ഇവർക്കൊക്കെ? ഇത്രയും നാളൊക്കെ ഈ മന്ത്രിയും MLA ഒക്കെ ആയിരുന്നാലേ ഈ കേരളം മൊത്തം ഇദ്ദേഹത്തിന് അറിയും. അതന്നെ ഏറ്റവും വലിയൊരു കാര്യമല്ലേ. ഇവിടെയുള്ള പാവപ്പെട്ട ജനങ്ങളെയൊക്കെ വല്ലവരും അറിയുമോ? അവരൊക്കെ ഈ ജീവിച്ചും മരിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവരെ പറ്റി എത്ര പേരെ അറിയും? നിങ്ങൾക്കൊക്കെ അങ്ങനെ ഒരു അവസരം കൂടി ഉണ്ടല്ലോ. നിങ്ങൾ കേരളത്തിൻ്റെ ഏത് മൂലയ്ക്ക് പോയി ഒരു ചായക്കടയിൽ കയറിയിരുന്നാലും ആ ആളുകൾ നിങ്ങളെ പൊതിയും. അത്രയ്ക്കും ഒരു അനുഗ്രഹം നിങ്ങൾക്ക് കിട്ടിയിട്ടില്ലേ? അതെങ്കിലും ഒന്ന് മനസ്സിലാക്കിക്കൂടെ? ഇനിയും കിട്ടിയത് പോരാ എന്നുള്ള രീതിയിൽ ഇങ്ങനെ കിടന്ന് കാണിച്ചാലും നിങ്ങളെല്ലാവരും ഇനി നിങ്ങളിനി ഈ സുധാകരൻ വരുമ്പോൾ അടൂർ പ്രകാശ് വരും. അപ്പോൾ അതൊക്കെ മനസ്സിലാക്കിയിട്ട് വേണം ഓരോ പാർട്ടിയിൽ നിൽക്കാൻ, അല്ലെങ്കിൽ ഒന്നുമില്ലാതെ തീർന്നളയും.